ഏതായാലും പേസ്റ്റിൻ സീബൻ എന്ന് വിളിക്കുന്ന 7ാം ചർച്ചയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഹെബാമയായ ഫ്രൗ ഹോട്ട് റോഡിനെ കൂടുതൽ അറിയുന്നതിനുള്ള അവസരമാണ് കഥാകൃത്ത് ഒരുക്കിത്തരുന്നത്. കുട്ടി വരാത്തതിൽ വിഷമമുണ്ടെങ്കിലും അവരുടെ സഹായമില്ലാതെ കുട്ടി സ്വാഭാവിക പ്രസവത്തിൽ അവരെത്തുന്നതിന് മുമ്പ് പുറത്തു വന്നിരുന്നുവെങ്കിൽ അവർക്ക് ഒരു ദെനാരിയൂസ് പോലും, ഒരു പൈസ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായെന്ന് വരാം. നോക്കുകൂലിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മലയാളികൾക്ക് ഇതൊരു ചിന്താവിഷയമാണ്. പണി ചെയ്താൽ മാത്രമേ ഉപജീവനമാർഗം ലഭിക്കൂ എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ് ഫ്രൗ ഹോട്ട് റൂട്ട്. ഇനി ജോലി ചെയ്താലും പൈസ തരാത്ത മുതലാളികൾക്ക് എതിരായിട്ട് കൂടി ഇവിടെ എഴുത്തുകാരി സംസാരിക്കുന്നുണ്ട്. ആ കാലത്ത് ചില മുതലാളിമാർ ഇതുപോലുള്ള അവസരത്തിൽ വെറും കൈയായി ഹെബാമമാരെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർ ബുദ്ധിമുട്ടി ഇവിടെ എത്തുമ്പോഴേക്കും അവരുടെ സഹായമില്ലാതെ കാര്യം നടന്നാൽ പിന്നെ അവർക്കൊന്നും കൊടുക്കാതിരിക്കുന്ന മുതലാളിമാരും ആ കാലത്തുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മയോടുകൂടിയാണ് ഫ്രൗ ഹോട്ട് റോഡ് ചിന്തിക്കുന്നത്. ജോലി ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ മാത്രമല്ലേ വേതനം കിട്ടൂ. ഇനി ഈ മഞ്ഞിലും തണുപ്പിലും പെട്ട് എൻ്റെ കയ്യും കാലും കൊച്ചിപ്പോയാൽ പിന്നെ എനിക്ക് ജീവിതമാർഗമില്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ ചിക്കാഗോയിലും മറ്റും തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ മറുവശം അവരുടെ മനസ്സിൽ ഈ കാലത്തെ ഇപ്പോഴേ ഉണ്ടായി എന്ന് ചുരുക്കം. പിൻകാലങ്ങളിൽ റഷ്യയിലും മറ്റും ശക്തി പ്രാപിച്ച കമ്മ്യൂണിസം ചിക്കാഗോയിൽ തൊഴിലാളി സമരത്തിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് ആരോ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ആ കാലത്ത് ഒരു സംഭവമുണ്ടായത് ഫ്രൗ ഹോട്ട് റോഡ് ഓർമ്മിക്കുന്നു. യാതൊരു തെറ്റും ചെയ്യാതെ സ്വന്തം ബുദ്ധിമുട്ട് കൊണ്ട്, പരിശ്രമം കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന ഒരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഏലിയാസ് എന്നായിരുന്നു. ആ മനുഷ്യൻ ഇതുപോലെ ഒരു തണുപ്പിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ അടർന്നുപോയി ആ തണുപ്പിൻ്റെ ശക്തി കൊണ്ട്. അതിനുശേഷം
അദ്ദേഹത്തിന് അടുത്ത പള്ളിവാതിൽക്കലിരുന്ന് ഭിക്ഷാടനം നടത്തി മാത്രമേ ഉപജീവനം നടത്താൻ പറ്റുകയുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ പണിയെടുക്കുന്നവർക്ക് വേതനം കൊടുക്കാതിരിക്കുന്ന ലോകത്ത് അവരുടെ തെറ്റുകൂടാതെ പണിയെടുക്കാൻ വയ്യായ്ക വന്നാൽ പരസഹായം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾ അംഗീകരിക്കുമെങ്കിലും പണിയെടുക്കാതെ മോഷ്ടിച്ച് ജീവിക്കാൻ ഒരുങ്ങുന്ന തൊഴിലാളി യൂണിയനുകളെ ഇവിടെ തന്നെ ചോദ്യം ചെയ്യുകയാണ് എഴുത്തുകാരി.